തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾക്ക് തിരിതെളിഞ്ഞു. ഈ മാസം 15-ന് തൃപ്രയാർ ഏകാദശി ദിനം വരെ വൈവിധ്യമാർന്ന പരിപാടികളാണ് അരങ്ങേറുക. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഒരുക്കിയ വേദിയിലാണ് ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ നമ്മുടെ ഈ ഭാഗത്ത് ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏകാദശികൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏകാദശി ആഘോഷങ്ങൾ മുഴുവൻ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉത്സവങ്ങളാണ്. കാരണം വലിയൊരു കാലഘട്ടം മുമ്പ് ഇത്തരം സംഗീതത്തിനും നൃത്തത്തിനും ഒക്കെ ഇടമായി മാറിയത് ദക്ഷിണേന്ത്യയിൽ എവിടെയായാലും ഇത്തരം ക്ഷേത്രങ്ങൾ അങ്ങനെ ഇടമായി മാറിയതുകൊണ്ട് തന്നെ ഇത്തരം ഏകാദശി ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ പഞ്ചരത്ന ഇതോടുകൂടിയാണ് TM കൃഷ്ണയെ പോലുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള ഗായകർ വന്നിട്ടാണ് ഗുരുവായൂർ സംഗീതോത്സവം ഇപ്പോൾ സമാപിച്ചത്, നിരവധി പ്രധാനപ്പെട്ട കച്ചേരികളായിട്ട്. ഇവിടെയും ഇപ്പോൾ ഇന്ന് നമുക്കൊപ്പം ഇവിടെ ഇരിക്കുന്ന ആശാ സുരേഷിൻ്റെ സോപാന സംഗീതത്തോടു കൂടിയിട്ട് തൃപ്രയാർ ഏകാദശി ഉത്സവത്തിൻ്റെ 14 ദിവസത്തെ അല്ലെങ്കിൽ ചടങ്ങുകൾ ഓരോ ദിവസവും പ്രഗത്ഭമതികളായിട്ടുള്ള പലവിധ കലാകാരന്മാർ, രാമചന്ദ്ര പുലവരെ പോലുള്ളവരെത്തുന്നുണ്ട്. നിരവധി, ഇപ്പം മീര രാംമോഹൻ്റെ കച്ചേരി ഞാനിതിൽ കണ്ടു, സാക്സഫോൺ കച്ചേരി കണ്ടു, പഞ്ചവാദ്യമുണ്ട്, നിരവധി നൃത്തം. ഇപ്പം ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു 120ഓളം നൃത്തോപാസകരുടെ നൃത്തങ്ങൾ ഇവിടെ നടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇവിടം ഈ ഒരു 15 ദിവസം കലയുടെ ഇടമായിട്ട് മാറുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷനായി. ദേവസ്വം തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ, ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽകുമാർ വെന്നിക്കൽ, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് P. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുമാരി ആശാ സുരേഷ് അവതരിപ്പിച്ച സോപാന സംഗീതം, തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറി. ഈ മാസം 14-ന് ദശമിയും 15-ന് ഏകാദശിയും 16-ന് ദ്വാദശിയും ആഘോഷിക്കും. പശുപാലും ശർക്കര 10 തേങ്ങ പന്തിരുനാഴി ഊണക്കലരി 24 കദളി